ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പാസ്ത റെസിപ്പിയാണ്. ഇപ്പോൾ ബീഫും മക്രോണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയിലോ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 2 ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വാടി കിട്ടും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ കൂടെ ചതക്കണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ കീറിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി, കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നല്ല പോലെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടുതലായി പോകേണ്ട ആവശ്യമില്ല, ഒരു 2 തക്കാളി എടുത്താൽ മതി. തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇറച്ചി മസാലയാണ് ചേർക്കുന്നത്, മീറ്റ് മസാല. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. മീറ്റ് മസാല ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മുളക്, മഞ്ഞൾ, മല്ലി, ഗരം മസാല ഇത് സെപ്പറേറ്റ് ഒന്നും ചേർക്കണില്ല. എല്ലാം ഈ ഒരു മസാലയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മസാല മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ മസാലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മാഗി ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ക്യൂബ്സ് നമ്മൾ ചേർക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബീഫാണെങ്കിലും നല്ല ബീഫിൻ്റെ ഫ്ലേവർ നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് ഉണ്ടാവും. നമ്മൾ വളരെ കുറച്ച് ബീഫ് വെച്ചിട്ട് എന്ത് റെസിപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ടാവും, ആ ഒരു കറിയിലാണെങ്കിലും ഏത് ഡിഷിലാണെങ്കിലും. അപ്പോൾ ആ ക്യൂബ്സും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മുളകും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേവിച്ചിട്ടുള്ള ബീഫാണ്. ഒരു 300 ഗ്രാം ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുക്കറിൽ വേവിക്കാഞ്ഞാൽ ശരിക്കും ബീഫ് വേവാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് തന്നെ ആ ബീഫ് വെന്ത വെള്ളം ഒരിക്കലും ഒഴിവാക്കരുത്. ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബീഫ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ മസാലയുടെ കൂടെ ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു മസാല വേണം. ഇതിൽ പാസ്ത നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് ബീഫായതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ. ആ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ബീഫ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നാടൻ ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ബീഫ് മസാലയ്ക്കുള്ളത്. സാധാരണ നമ്മൾ പാസ്ത ചെയ്യുന്ന സമയത്തൊക്കെ സോസുകളൊക്കെ ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് സോസൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുന്നത്. പാസ്ത എന്നല്ല, നമ്മൾ മക്രോണി തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ മക്രോണി ചേർക്കുന്നുണ്ട്. അപ്പോൾ മക്രോണി വേവിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട്
1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് വേവിച്ച് ഊറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഓയിൽ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഊറ്റിയെടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ കുറച്ച് സാധാരണ ചൂടുവെള്ളത്തിലല്ലേ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് വാർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അതുപോലെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മക്രോണി കിട്ടും. അപ്പോൾ ഇനി ഇത് മക്രോണിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ആ ബീഫ് മസാലയിൽ നമ്മുടെ ഈ ഒരു മക്രോണിയും കൂടി മിക്സായി കിട്ടണം. ഇനി ഇത് നമുക്കൊന്നുകൂടെ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം തീയിലൊന്ന് വെച്ച് കൊടുക്കുക. രണ്ടും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് കഴിക്കാൻ പറ്റും, ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഉച്ചക്ക് ഒരു ദിവസം ചോറ് വേണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, അത് നമുക്ക് സെർവ് ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ ചിക്കനിൽ ഇതുപോലെ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.